മലപ്പുറത്ത് ഇവിടെ പാണക്കാട് തങ്ങളെ അധിക്ഷേപിക്കാൻ ശ്രമിച്ച് സാമൂഹിക മാധ്യമത്തിലൂടെ ഒരു ചിത്രമിട്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ച റോഷനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. നമുക്കിപ്പോൾ മുബഷീർ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. മുബഷീർ, ഗുഡ് മോർണിംഗ് മുബഷീർ. ഒടുവിൽ റോഷനെ പിടികൂടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ടോ മുബഷീർ? ഗുഡ് മോർണിംഗ് അനിൽകുമാർ. അതായത് ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഈ മുഹമ്മദ് റോഷൻ പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. അതിനെക്കുറിച്ച് പോലീസിനൊരു വിവരം ലഭിച്ചിരുന്നു. പോലീസ് ഇയാളെ വിളിച്ച് വിവരം അറിയിക്കുന്നു. അതായത് ഒളിവിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും, അതിനനുസരിച്ച് കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ ഇയാൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്ന് അവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മറ്റാർക്കെങ്കിലും ഈ ഒരു കേസുമായിട്ട് ബന്ധമുണ്ടോ, ഇയാൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇയാൾ പ്രസിദ്ധീകരിക്കുന്നത്. വ്യാജ ചിത്രങ്ങൾ ഉൾപ്പെടെ AI നിർമ്മിതമായിട്ടുള്ള വ്യാജ ചിത്രങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാൾ വ്യാപകമായിട്ട് അത് പ്രചരിപ്പിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കുടുംബാംഗവും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മകനുമായിരുന്ന മൊയ്ൻ അലി തങ്ങൾ പെരിന്തൽമണ്ണ പോലീസിന് ഒരു പരാതി കൊടുക്കുന്നു. അതായത് കഴിഞ്ഞ ജനുവരിയിൽ ഈ മുഹമ്മദ് റോഷൻ പെരിന്തൽമണ്ണയിൽ വെച്ച് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ചിത്രങ്ങൾ പുറത്തുവിടാതിരിക്കാൻ 15 കോടി രൂപ ആവശ്യപ്പെട്ടു. ആ പണം നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറയുമെന്നും ആ പരാതിയിൽ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം SP നൽകിയ പരാതിയിലായിരുന്നു പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും പ്രതി ചേർക്കുകയും ചെയ്തിരുന്ന റോഷനെ. ഏറ്റവും ഒടുവിൽ മുഹമ്മദ് റോഷനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. ഉത്തർപ്രദേശിൽ നിന്നും ഇയാളെ വിളിച്ചു വരുത്തി അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണയ്ക്ക് സമീപമുള്ള അങ്ങാടിപ്പുറം ഭാഗത്ത് വെച്ചാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകും. ഇയാളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അറിയുന്നത്.